തൃശൂർ തെക്കേ ഗോപുരനടയിൽ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണയും ഭീമൻ പൂക്കളമാണ് ഒരുക്കിയിരിക്കുന്നത്. ലിഷോയ് ചേരുന്നുണ്ട് വിശദ വിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. അത്തദിനാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. വളരെ വലിയൊരു പൂക്കളം, അതെല്ലാ കാലവും ശ്രദ്ധ നേടുന്ന ഒന്നാണ്. വടക്കുംനാഥന് മുന്നിൽ സായാഹ്ന കൂട്ടായ്മ ഒരുക്കുന്ന ആ പൂക്കളം പൂർത്തിയായോ? തീർച്ചയായും ആ പൂക്കളത്തിൻ്റെ ജോലികളെല്ലാം തന്നെ, പൂക്കളമിടലെല്ലാം തന്നെ പൂർത്തിയായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 60 അടി ഉള്ള ഒരു പൂക്കളമാണ്, വലിയ പൂക്കളം. എല്ലാ വർഷവും സായാഹ്ന കൂട്ടായ്മ, ഏകദേശം 17 വർഷത്തിലധികമായി ഇവിടെ ഈ സായാഹ്ന കൂട്ടായ്മ ഇത്തരത്തിൽ ഒരു പൂക്കളം കൃത്യമായി എല്ലാ വർഷവും ഓണത്തിന് അത്തം ദിനത്തിൽ ഇടുന്നു. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു കൂട്ടായ്മയുടെ ഒരു പൂക്കളം കൂടിയാണ്. കാരണം ഇതിൽ ഒരു തരത്തിലുള്ള വിവേചനവുമില്ല, ജാതി മത വിവേചനമില്ല, അതുപോലെ തന്നെ വലിപ്പ ചെറുപ്പമില്ല, ഒന്നും തന്നെയില്ല. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ പൂക്കളം ഇടുകയാണ്. മാത്രമല്ല 60 അടി വലിപ്പമുള്ള പൂക്കളം, 1500 കിലോയിലധികം പൂക്കളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഈ പൂക്കളമിടാനായി കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും എല്ലാവരും തന്നെ ഉണ്ട്. രാവിലെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു പൂക്കളം ഇടുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ, ഈ ചേട്ടനൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്നതാണ്. ചേട്ടാ, ഈ പൂക്കളം എപ്പോൾ മുതലാണ് നിങ്ങൾ ഇട്ട് തുടങ്ങിയത്? ശരി, 3:30 വടക്കുനാഥന്റെ തൃപ്പക വടക്കുനാഥന്റെ തൃപ്പക പൊട്ടി ഇറങ്ങുമ്പോഴേ വടക്കുനാഥന്റെ തൃപ്പക പൊട്ടി ഇറങ്ങുമ്പോൾ ഞങ്ങൾ എല്ലാ മെമ്പർമാരും എല്ലാവരും വന്ന് പൂ കൊണ്ടുവന്ന് ഞങ്ങൾ തുടങ്ങും. അപ്പോൾ തുടങ്ങിയതാണ്. ഈ സമയമായി അവസാനിപ്പിക്കാം. ഇതിപ്പോ ഒരു 17 കൊല്ലത്തിന് മേലെ, 18 കൊല്ലം. ഇത് 18ാമത്തെ കൊല്ലം. അപ്പൊ ഇതൊരു കൂട്ടായ്മയുടെ ഓണത്തിന്റെ ഒരു കൂട്ടായ്മ. ഇതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അതെ, ശോഭിചേട്ടനൊക്കെയാണ് ഇതിന്റെ ഈ സംഘാടകർ. അതുപോലെ തന്നെ ഈ ഒരു പൂക്കളം എന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് കാണുക, വളരെയധികം മനസ്സിന് സന്തോഷം ഉണ്ടാക്കി. ഈ ഓണം തുടങ്ങുന്ന അത്തപ്പുലരിയിലൊക്കെ തന്നെ ഈ ഒരു കാഴ്ച കാണുക എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാവരെ സംബന്ധിച്ചും ഇത് ഒരു കാത്തിരിപ്പ് കൂടിയാണ്. അതായത് എന്ത് സംശയമുണ്ടോ, ഞങ്ങൾക്ക് കിട്ടുന്ന ആത്മനിർവൃതി, ഈ ഇത്രയും ജനം കൂടി നിൽക്കുക, പുലർച്ചെ തൊട്ട് ഒഴുകിയ അണമുറിയാത്ത ജനപ്രവാഹമാണ് ഇത്. ഇത് തരുന്ന നിർവൃതി മറ്റൊന്നും ചെയ്താലും കിട്ടില്ല. ഇതൊരു സംരംഭം 18 കൊല്ലം മുമ്പ് ആരംഭിച്ചു. ഇന്നിപ്പോൾ 18ാമത്തെ അത്തപ്പൂക്കളം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉദ്ഘാടനം ഒരു 10:30 കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർവഹിക്കും. അതിനുശേഷം ഒരു ഘോഷയാത്രയാണ് കുമ്മാട്ടികളും വാദ്യമേളങ്ങളുമായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലേക്ക് സ്വരാജ് റൗണ്ടിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് തൃശ്ശൂർ ആഘോഷങ്ങളാണ്, കുമ്മാട്ടിയും പുലിക്കളിയും എല്ലാം. തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ്. അതിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങാൻ ഇതിപ്പോൾ പൂക്കളം കാരണമായി എന്നേ ഉള്ളൂ. ഇനി 10 ദിവസം വിശ്രമമില്ല. സെപ്റ്റംബർ 8-ന് പുലിക്കളി തീരുന്നതോടുകൂടി ഓണാഘോഷം കൂടെ പരിസമാപിക്കുകയാണ്. തീർച്ചയായും, അതായത് ഇത് ഒരുപാട് ആളുകളുടെ കുറേ സമയത്തെ ഒരു പ്രയത്നം കൂടിയാണ് ഈ ഒരു പൂക്കളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു എല്ലാവരുടെയും ഒരു ഒത്തുചേരലിൻ്റെ കൂടി ഒരു കാഴ്ച കൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഓണത്തിൻ്റെ ആഘോഷ ലഹരിയിലേക്ക് എല്ലാവരും ഇങ്ങനെ കടക്കുകയാണ്. അത്തത്തിൻ്റെ ആ ഒരു ചന്തം പൂർണ്ണമായും നമുക്ക് തെക്കേ ഗോപുരനടയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുമ്മാട്ടിയുണ്ട്, പുലിക്കളിയുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വർണ്ണാഭമായ കാഴ്ചകൾ തൃശ്ശൂർ നഗരത്തിലും പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കാണാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ആ പ്രകൃതി പോലും വളരെ അനുകൂലമായി നിൽക്കുന്നു. അങ്ങനെ ചിരിച്ചു നിൽക്കുന്ന പ്രകൃതിയോടൊപ്പം മനുഷ്യരും എല്ലാം ഉള്ളം നിറഞ്ഞ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നു, പങ്കാളികളാകുന്നു. ജാതി മത വർണ്ണ ഭേദങ്ങളില്ല, രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല, വലിപ്പ ചെറുപ്പമില്ല, അങ്ങനെ ഒരു വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവരും ഒരേ മനസ്സായി ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതൊരു കൂട്ടായ്മയുടെ കൂടി ആഘോഷമാണ്.